Hello everyone, myself Abdul Latif. ഞാൻ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന വീഡിയോ നമ്മളുടെ പെർമിറ്റുകൾ എങ്ങനെയാണ് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് കെ സ്മാർട്ടിലോട്ടേക്ക് മാറ്റി കെ സ്മാർട്ട് പെർമിറ്റാക്കി മാറ്റുക എന്നതിനെ കുറിച്ചാണ്. നമ്മളിപ്പോൾ പല പ്ലാറ്റ്ഫോം വഴിയായിരിക്കും നമ്മളുടെ പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാവുക. നമ്മളിപ്പോൾ സങ്കേതം വഴിയായിരിക്കും, അതുപോലെ തന്നെ മാനുവൽ പെർമിറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ IBPMS ആയിരിക്കും, അതുപോലെ തന്നെ സുബേഗ കോഴിക്കോട് കോർപ്പറേഷനിലുള്ളതാണ്. അപ്പോൾ ഇത്രയും പല രീതിയിലുള്ള പ്ലാറ്റ്ഫോം വഴിയായിരിക്കും നമ്മൾ പെർമിറ്റുകൾ ഇഷ്യൂ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ എല്ലാ പെർമിറ്റുകളും നമുക്ക് ഇപ്പോൾ കംപ്ലീഷൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെർമിറ്റ് ഇമ്പോർട്ട് ചെയ്ത് കെ സ്മാർട്ടിലേക്ക് മാറ്റി കെ സ്മാർട്ട് പെർമിറ്റ് ആക്കി മാറ്റണം. അതിനുശേഷം നമുക്കിപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, കംപ്ലീഷൻ പ്ലാനുകൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. അപ്പോൾ നമുക്കത് എങ്ങനെ ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത്. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ അതിന് ആദ്യം തന്നെ നമ്മൾ ഇവിടെ കാണുന്ന ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യും. അപ്പോൾ നമ്മൾ ലോഗിൻ ക്ലിക്ക് ചെയ്തു. നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തു. നമ്മൾ ഓർഗനൈസേഷൻ ലോഗിൻ എന്നുള്ള ലൈസൻസുകളുടെ ലോഗിനിലേക്കൊന്ന് ക്ലിക്ക് ചെയ്യുന്നു. ഞാൻ ഓൾറെഡി ലോഗിൻ ചെയ്ത് വെച്ചുകൊണ്ട് ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി വരും. അതിനുശേഷം നമുക്ക് സർവീസസിൽ പോവാം. സർവീസസിൽ പോയി നമ്മൾ ഇവിടെ കാണാം ആദ്യം തന്നെ പെർമിറ്റ് ആൻഡ് അപ്രൂവൽ, റെഗുലറൈസേഷൻ, അതുപോലെ തന്നെ പോസ്റ്റ് പെർമിറ്റിൽ അപ്രൂവൽ, ഇൻറ്റിമേഷൻ, അതുപോലെ തന്നെ ഇമ്പോർട്ട് പെർമിറ്റ്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ട് പെർമിറ്റ് എന്നുള്ള കാർഡ്സ് ക്ലിക്ക് ചെയ്യുന്നു. അത് ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരാൻ താഴെ എന്തൊക്കെ ഡോക്യുമെൻ്റ് റിക്വയർമെൻറ്റ് ആവശ്യമുണ്ട്, റിക്വയർഡ് ഡോക്യുമെൻ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ ആദ്യം തന്നെ പൊസിഷൻ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് റെസിപ്റ്റ്, അതുപോലെ തന്നെ ലാൻഡ് ഡീഡ്, പെർമിറ്റ് ഓർഡർ, അതുപോലെ തന്നെ അപ്രൂവ്ഡ് ഡ്രോയിങ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി ചെയ്ത് വെക്കണം. നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നെയിം ഓഫ് ദ പ്രൊജക്റ്റ് കാണാം. ആദ്യം തന്നെ നമ്മളുടെ പ്രൊജക്റ്റ് നെയിം കൊടുക്കുക. പ്രൊജക്റ്റ് നെയിം കൊടുത്തു. അതിനുശേഷം നമ്മൾ ഏത് രീതിയിലാണ് പെർമിറ്റ് ഇഷ്യൂ ചെയ്തത് ആ രീതി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത്ര കാര്യങ്ങളുണ്ട്. സങ്കേതം, സുബേഗ, IBPMS അല്ലെങ്കിൽ അതർ ഓൺലൈൻ മെത്തേഡ്, അതുപോലെ തന്നെ മാനുവൽ. ഞാൻ സങ്കേതം വഴിയാണ് പെർമിറ്റ് ഇഷ്യൂ ചെയ്തത്. അപ്പോൾ പെർമിറ്റ് ഇഷ്യൂ കൊടുക്കുന്നു. അപ്പോൾ ഇവിടെ ഇമ്പോർട്ട് ടൈപ്പ് മാനുവൽ എൻട്രിയാണ്. നമുക്ക് ഒറ്റ എൻട്രി ഇവിടെ ഉള്ളൂ. അതിനുശേഷം പെർമിറ്റ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യണം. പെർമിറ്റ് നമ്പർ നമ്മളിവിടെ പെർമിറ്റിൻ്റെ മുകളിൽ കാണുന്നത് സങ്കേതം വഴി എടുത്തതാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കാണാം. പെർമിറ്റ് ഒന്ന് കോപ്പി ചെയ്യുന്നു. നമ്മൾ ഇതിൽ അപ്ലിക്കേഷൻ സബ്മിറ്റഡ് ഡേറ്റ് ആണ്. നമ്മൾ പെർമിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഡേറ്റ് ആണ് ഇവിടെ എൻ്റർ ചെയ്യാൻ പറയുന്നത്. അപ്പോൾ അതിന് തൊട്ട് അടുത്തായിട്ട് താഴെ കാണാം, ഇതാണ് നമ്മളുടെ അപ്ലിക്കേഷൻ ഡേറ്റ്. അതിനുശേഷം ഞാൻ ഡേറ്റ് ഒന്ന് പെർമിറ്റ് ഡേറ്റ്, അതായത് നമ്മളുടെ പെർമിറ്റ് ഇഷ്യൂ ആയ ഡേറ്റ് ഒന്ന് എൻ്റർ ചെയ്യുന്നു. ഇവിടെ കാണും പെർമിറ്റ് ഇഷ്യൂ ആയ ഡേറ്റ്, ആ ഒന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം നമ്മൾ കാറ്റഗറി ഓഫ് പെർമിറ്റ്, ഏത് കാറ്റഗറിയിലെ പെർമിറ്റാണ് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നത്, ജനറൽ ആണോ, സെൽഫാണോ, ഗവൺമെൻറ് സ്കീമാണോ, അതുപോലെ റോഡ് സബ് ഡിവിഷൻ. അപ്പോൾ ഞാൻ ജനറൽ എൻട്രി ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം കറണ്ട് സ്റ്റാറ്റസ് തുടങ്ങിയിട്ടുണ്ട് വർക്ക്. പിന്നെ വാലിഡ് അപ് ടു നമുക്ക് 5 വർഷമാണ് ഇപ്പോൾ ഇഷ്യൂ ചെയ്യുന്ന പെർമിറ്റുകളുടെ വാലിഡിറ്റി. അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് നമ്മൾ പെർമിറ്റിൻ്റെ വാലിഡിറ്റി ഇവിടെ എൻ്റർ ചെയ്യാം. പെർമിറ്റിൻ്റെ വാലിഡിറ്റി നമ്മൾ എൻ്റർ ചെയ്തു. ഇവിടെ കാണാം, പെർമിറ്റ് തന്നെ കാണാം. നമുക്ക് ഇവിടെ പെർമിറ്റിൻ്റെ വാലിഡിറ്റി എത്ര വർഷമാണ്. പെർമിറ്റ് വാലിഡ് അപ് ടു 27/01/2018. അപ്പം 5 വർഷമാണ് നമ്മളുടെ പെർമിറ്റിൻ്റെ വാലിഡിറ്റി. അപ്പോൾ അതിനുശേഷം നമ്മൾ ഇവിടെ കാണാം അടുത്തത് പാർഷ്യൽ കംപ്ലീറ്റഡ് പെർമിറ്റ്, അതുപോലെ തന്നെ റിന്യൂവഡ് പെർമിറ്റ്, അതുപോലെ തന്നെ റിവൈസ്ഡ് പെർമിറ്റ്. നമ്മൾ
എടുത്ത പെർമിറ്റ് റിവൈസ്ഡ് പെർമിറ്റ് ആണോ, അതുപോലെ തന്നെ റിന്യൂ ചെയ്ത പെർമിറ്റ് ആണോ, അതുപോലെ തന്നെ പാർഷ്യൽ കംപ്ലീഷൻ, അങ്ങനെയാണ് ഈ കാർഡ്സ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ പെർമിറ്റ് ആവശ്യം വന്നിട്ട് റിന്യൂവലോ അതുപോലെ തന്നെ പാർഷ്യൽ കംപ്ലീഷനോ, ഞാനത് ഒന്നും ക്ലിക്ക് ചെയ്യുന്നില്ല, ഡയറക്റ്റ് സേവ് ബട്ടൺ കൊടുത്ത് പോകുന്നു. അപ്പോൾ ഇവിടെ കാണാം ഡാറ്റ സേവ്ഡ് സക്സസ്ഫുള്ളി എന്ന് പറഞ്ഞ് കാണാം. അതിനുശേഷം നമുക്ക് ഇങ്ങനത്തെ ഒരു വിൻഡോ വരാം. അപ്പോൾ അതിനുശേഷം നമ്മൾ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ താഴെ തന്നെ കാണാം നമുക്ക് ആദ്യത്തെ ഇത് കഴിഞ്ഞു. ഇനി നമുക്ക് പ്രൊസീഡ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് രണ്ടാമത്തെ ലോക്കൽ ബോഡി ഡീറ്റെയിൽ അത്. അപ്പോൾ നമ്മളുടെ ജില്ല ഏതാണോ അതൊന്ന് നമുക്ക് എൻ്റർ ചെയ്യാം, ഡിസ്ട്രിക്ട്. അതിനുശേഷം നമ്മൾ ലോക്കൽ ബോഡി തദ്ദേശ സ്വയംഭരണ സ്ഥാപനം, കോർപ്പറേഷനാണോ മുനിസിപ്പാലിറ്റിയാണോ ഗ്രാമപഞ്ചായത്താണോ ഇവിടെ ചോദിക്കുന്നത്. ഞാൻ ഗ്രാമപഞ്ചായത്ത് കൊടുത്തു. നിങ്ങളുടെ നിങ്ങൾക്ക് ഏത് ഇതാണ് ലോക്കൽ ബോഡിയാണ് അതിനനുസരിച്ച് ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മളുടെ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ കോർപ്പറേഷനോ അത് ഏതാണോ അത് എൻ്റർ ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ താഴത്ത് വിൻഡോ കാണാം. നമുക്ക് ഒന്നിൽ കൂടുതൽ പഞ്ചായത്തുകൾ നമ്മളുടെ പെർമിറ്റുമായി ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അതായത് അതിർത്തിയിലാണ് നമ്മളുടെ രണ്ട് ബോർഡറിലാണ്, അതായത് ഒരു പഞ്ചായത്ത് ഒരു കോർപ്പറേഷനുമായിട്ട് അല്ലെങ്കിൽ ഒരു മുനിസിപ്പാലിറ്റിയും പഞ്ചായത്തുമായിട്ട് ഒരു ബൗണ്ടറി പങ്കിടുന്ന ഏരിയയിലാണ് നമ്മളുടെ വീട് കിടക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഒരു 3/4% ഒരു പഞ്ചായത്തിനും 1/4% അടുത്ത പഞ്ചായത്തോ അല്ലെങ്കിൽ അത് അടുത്ത മുനിസിപ്പാലിറ്റിയിലോ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആഡ് മോർ കൊടുത്ത് ആ ഡീറ്റെയിൽ എൻ്റർ ചെയ്യുക. ഓക്കെ, എനിക്ക് ഇതിൽ ഇല്ലാത്തതുകൊണ്ട് ഞാനത് ക്ലിക്ക് ചെയ്യുന്നില്ല. അങ്ങനെ പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അടുത്ത് നമുക്ക് ക്യാപ്ചർ ലൊക്കേഷൻ. നമുക്ക് ക്യാപ്ചർ ലൊക്കേഷൻ നിലവിൽ കമ്പൽസറി അല്ല. അപ്പം നിലവിൽ കമ്പൽസറി അല്ലാത്തത് കൊണ്ട് നമുക്കത് എൻ്റർ ചെയ്യുന്നില്ല. നമ്മൾ പ്രൊസീഡ് ബട്ടൺ കൊടുത്ത് പോകുന്നു. ഇനി നമുക്ക് അതിൻ്റെ അടുത്ത ഡീറ്റെയിൽ വരുന്നത് നമ്മളുടെ പ്ലോട്ടിൻ്റെ ഡീറ്റെയിൽ ആണ്. അതായത് നമ്മളുടെ ബിൽഡിങ്ങിൻ്റെ പ്ലോട്ട് ഡീറ്റെയിൽ ആണ് ഇവിടെ എൻ്റർ ചെയ്യേണ്ടത്. നമ്മൾ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അപ്പോൾ നമ്മൾ ആദ്യം കൊടുത്ത ലോക്കൽ ബോഡി കൃത്യമായിട്ട് വരും ഇവിടെ. അതിനുശേഷം താലൂക്ക് കൊടുക്കുക, ഏതാണ് താലൂക്ക് കൊടുക്കുക. അതിനുശേഷം വില്ലേജ്, ഏത് വില്ലേജിലാണ് നിങ്ങളുടെ ഈ പ്ലോട്ട് കിടക്കുന്നത് ആ വില്ലേജിൻ്റെ ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ചെയ്യുക. അതിനുശേഷം വാർഡ് നമ്പർ നമ്മൾ എൻ്റർ ചെയ്യുക. നമ്മളുടെ വാർഡ് ഏതാണോ അത് എൻ്റർ ചെയ്യുക. അംശം, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഇവിടെ കാണാൻ പറ്റും, ഇവിടെ ഒരു സ്റ്റാർ ബട്ടൺ. ഈ സ്റ്റാർ ബട്ടൺ ഇട്ടതൊക്കെ കമ്പൽസറി ആണ്. അപ്പോൾ സ്റ്റാർ ബട്ടൺ ഇല്ലാത്തത് കമ്പൽസറി അല്ല. അപ്പോൾ ഇവിടെ അംശം ദേശം ഇതിനിടയിൽ നമുക്കൊരു സ്റ്റാർ ഇല്ല. അപ്പോൾ നമുക്കത് വേണം ഇല്ലെങ്കിൽ കൊടുക്കണ്ട എന്നുള്ളതാണ് അതിൻ്റെ ഉദ്ദേശം. അതിൽ ദേശം കൊടുത്ത് അംശം കൊടുത്തിട്ട് അതുപോലെ തന്നെ ഡീഡ് നമ്പർ. അപ്പോൾ ഡീഡ് നമ്പർ കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. അതിന് രജിസ്ട്രേഷൻ ഡേറ്റ് അതും കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഓഫീസ്. അതിനുശേഷം പൊസിഷൻ നമ്പർ, നമ്മളുടെ പൊസിഷൻ നമ്പർ ഒന്ന് ഇവിടെ എൻ്റർ ചെയ്യാം. അതിനുശേഷം പൊസിഷൻ ഡേറ്റ്. TP നമ്പർ, തണ്ടപ്പേപ്പർ നമ്പറാണ് ഉദ്ദേശിക്കുന്നത്. TP നമ്പർ ഇവിടെ കാണാം. ഞാൻ അതിനുശേഷം ടോട്ടൽ നമ്മളുടെ പ്ലോട്ടിൻ്റെ ടോട്ടൽ ഏരിയ എഴുതി ഇവിടെ എൻ്റർ ചെയ്തു. അതിനുശേഷം ടൈപ്പ് ഓഫ് ദ ഓണർ, നമ്മുടെ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ ആണെങ്കിൽ അത് കൊടുക്കുക, അല്ലെങ്കിൽ പബ്ലിക്കോ അതുപോലെ തന്നെ പാർട്ട്ണർഷിപ്പ് കമ്പനിയോ അങ്ങനെയാണ് അതുമായി ബന്ധപ്പെട്ട് ഏത് രീതിയിലാണോ ആ രീതിയിൽ എൻ്റർ ചെയ്യുക. ഞാൻ പ്രൈവറ്റ് ഇൻഡിവിജ്വൽ കൊടുത്ത് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്പർ ഓഫ് ദ ഓണർ, ഇപ്പോൾ ഒന്നിൽ കൂടുതൽ ഓണറുകൾ ഉണ്ടാകുന്ന സമയത്ത് ഒരു പ്ലോട്ടിൽ ആ രീതിയിൽ എൻ്റർ ചെയ്യും. നമുക്ക് ഒരു പ്രോപ്പർട്ടി ഇപ്പോൾ ഡിവൈഡ് ചെയ്ത പ്രോപ്പർട്ടി ആണെങ്കിൽ, ഒരു ഭാഗവത്തം കിട്ടിയ പ്രോപ്പർട്ടി ആണെങ്കിൽ ആ രീതിയിൽ നമുക്കിപ്പോൾ ഒന്നിൽ കൂടുതൽ ഓണറുകൾ ഉണ്ടാകും. ആ സമയത്ത് ആ രീതിയിൽ ഇവിടെ എൻ്റർ ചെയ്യാം. എനിക്ക് ഈ പ്രോപ്പർട്ടിയിൽ ഒന്നേ ഉള്ളൂ. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നേരെ നമുക്ക് അടുത്ത വിൻഡോയിലേക്ക് പോകും. പ്ലോട്ട് ഡീറ്റെയിൽ നമ്മൾ സേവ് ചെയ്ത്, ഇനി പ്ലോട്ട് ഡീറ്റെയിൽ അതിന് താഴെ
എഡിറ്റ് എന്നുള്ള ബട്ടൺ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും എൻ്റർ ചെയ്തതിൽ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മളിവിടെ പോയി എഡിറ്റ് എന്നുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് വീണ്ടും ചെക്ക് ചെയ്യുക, വീണ്ടും എൻ്റർ ചെയ്യാം. അപ്പോൾ ഞാൻ ഒന്നുമില്ലാത്തതുകൊണ്ട് അപ്ഡേറ്റ് ബട്ടൺ കൊടുക്കുന്നു, കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ താഴെ കാണാം നമുക്ക് സർവേ നമ്പർ, അതുപോലെ തന്നെ റീസർവേ നമ്പർ. ഞാൻ റീസർവേ നമ്പർ ക്ലിക്ക് ചെയ്യുന്നു, ലാൻഡ് ഡീറ്റെയിൽ. അപ്പോൾ ഇത് പ്രോപ്പർട്ടിയിൽ ടോട്ടൽ ഏരിയ നമ്മൾ എൻ്റർ ചെയ്ത് അതിനുശേഷം നമുക്ക് സർവേ നമ്പർ ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ ആ സമയത്ത് നമുക്ക് ഈ രീതിയിലുള്ള എൻട്രി ആവശ്യമാണ്. അപ്പോൾ നമുക്കിപ്പോൾ ഒറ്റ സർവേ നമ്പർ ആണെങ്കിൽ ആ രീതിയിൽ കൊടുക്കുക. അതിനുശേഷം നമ്മളുടെ ടൈപ്പ് ഓഫ് ദ ലാൻഡ് ആസ് പെർ BTR. ഞാൻ ഡ്രൈ ലാൻഡ് പുരയിടം കൊടുത്തു. ഇവിടെ നോട്ട് അപ്ലിക്കബിൾ, ബ്ലോക്ക് 001. ഞാനിവിടെ റീസർവേ നമ്പർ ഉണ്ട്. നമ്മളിപ്പോൾ സർവേ നമ്പറാണ് ഇവിടെ ക്ലിക്ക് ചെയ്യുന്നതെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ സർവേ നമ്പർ വരും. ഇതിപ്പോൾ ഞാൻ റീസർവേ കൊടുത്തിട്ട് ഇവിടെ റീസർവേ നമ്പർ എൻ്റർ ചെയ്യാൻ വരുന്നു. സബ് ഡിവിഷൻ കൊടുക്കണം നമുക്ക്. അപ്പോൾ സബ് ഡിവിഷൻ കൊടുക്കുമ്പോൾ ഇതിൽ ഞാൻ സബ് ഡിവിഷൻ ഒന്നും ഇല്ലാന്ന് എൻ്റർ ചെയ്തു. ഇവിടെ കാണാം ഈ സ്റ്റാർ കാണുന്നത് എനിക്കായിട്ട്. അതിന് ടോട്ടൽ ഏരിയ, നമ്മളുടെ പ്ലോട്ടിൻ്റെ ഏരിയ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞങ്ങൾക്ക് ഇവിടെ കാണിക്കാം. ഞാനിപ്പോൾ ടോട്ടൽ ഫ്ലോർ ഏരിയ ഇവിടെ ഉണ്ട്. ഞാനിപ്പോൾ ഇവിടെ 400 എൻ്റർ ചെയ്തു. അതിനുശേഷം സേവ് ചെയ്തു. സേവ് ചെയ്തിട്ടാകുമ്പോൾ എനിക്ക് മുകളിൽ ഞാൻ 435 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 35 m² ഏരിയ അടുത്ത സർവേ നമ്പർ ആണെങ്കിൽ ഞാനിവിടെ ആഡ് മോർ എന്ന് ക്ലിക്ക് ചെയ്തിട്ട് അടുത്ത സർവേ നമ്പർ ഞാൻ എൻ്റർ ചെയ്യും. അതിനുശേഷം ഞാൻ ബാക്കിയുള്ള ഡീറ്റെയിൽ കൊടുത്ത് സേവ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ടോട്ടൽ നമ്മൾ മുകളിൽ കൊടുത്തിട്ടുള്ള പ്ലോട്ട് ഡീറ്റെയിൽ മുകളിൽ കൊടുത്തിട്ടുള്ള ഏരിയ കൃത്യമായിട്ട് വരും. ഞാനിതിൽ 400 എൻ്റർ ചെയ്ത് ഇനി ബാക്കി 35 m² എൻ്റർ ചെയ്യണം. അപ്പോൾ ഞാനിത് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് 35 m² ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് സേവ് കൊടുത്ത് കഴിഞ്ഞാൽ മുകളിൽ വരും. സബ് ഡിവിഷന് അങ്ങനെ ഒന്നുമില്ല. സർവേ നമ്പർ അതേ സർവേ നമ്പർ തന്നെ ഞാൻ കൊടുത്തു. അതിൽ ചെറിയൊരു മാറ്റം വരുത്തിയിട്ട് ബ്ലോക്ക് 001 അതുപോലത്തെ സർവേ നമ്പർ സബ് ഡിവിഷൻ കൊടുത്ത് സേവ് കൊടുത്തു. സേവ് എന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നമ്മൾക്ക് ഇവിടെ മുകളിൽ കാണാം 435 എന്നുണ്ട്. ഇവിടെ കാണാം 435 വന്നല്ലോ. അപ്പോൾ എനിക്ക് ഇതിൽ ഒറ്റ സർവേ നമ്പറാണ് ഉള്ളത്. അതുകൊണ്ട് ഞാനിത് താഴെ ഡിലീറ്റ് ചെയ്യുന്നു. ഡിലീറ്റ് ചെയ്തതിന് ശേഷം ഞാൻ ഇത് പോയി എഡിറ്റ് ചെയ്ത് നമ്മൾ നേരത്തെ എത്രയാണ് നമ്മളുടെ പ്ലോട്ട് ഏരിയ അത് എൻ്റർ ചെയ്യുന്നു. അപ്പോൾ അതിൽ കൃത്യമായിട്ട് വന്നു 435. അതിനുശേഷം നമുക്ക് ഡീഡ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഡീഡ് അപ്ലോഡ് ചെയ്യുന്നു. പൊസിഷൻ സർട്ടിഫിക്കറ്റ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ ലാൻഡ് ടാക്സ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നു. ഇതിൽ ചോദിക്കുന്നുണ്ട് മോർ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതർ. അപ്പോൾ അതർ ഡോക്യുമെൻ്റ് ഞാൻ അത് പോയിട്ട് എനിക്ക് ലൊക്കേഷൻ അപ്ലോഡ് ചെയ്യേണ്ട. അപ്പോൾ ഞാൻ ബാക്കി കുറേ കാര്യങ്ങളുണ്ട്. അതിൽ ഞാൻ അതർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് ഞാനിതിൽ ലൊക്കേഷൻ പ്ലാന്, ലൊക്കേഷൻ സ്കെച്ച്, വില്ലേജിൽ നിന്ന് കിട്ടുന്ന ലൊക്കേഷൻ സ്കെച്ച് ആഡ് ചെയ്യുന്നു. ഇനി അതിൽ വേറെ എന്തെങ്കിലും എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യുക. അതർ എന്നുള്ള ക്ലിക്ക് ചെയ്തിട്ട് കോർട്ട് ഓർഡറോ അഫിഡവിറ്റിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾക്ക് ആഡ് ചെയ്ത് പോകാം. ലീസ് അഗ്രിമെൻറ്റ്, റെൻ്റ് അഗ്രിമെൻറ്റ് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യും. ഇതൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒഴിവാക്കി വിടുന്നു. നെക്സ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ നേരെ പോകുന്നത് ഓണർ ഡീറ്റെയിലേക്കാണ്. ഈ ഓണർ ഡീറ്റെയിലേക്ക് പോയിട്ടാകുമ്പോൾ നമുക്ക് ഇവിടെ കാണാം ഓണർ സെർച്ച് ചെയ്യാൻ വേണ്ടി സെർച്ച് ആൻഡ് ആഡ് സിറ്റിസൺ എന്നാണ് ഉദ്ദേശം. അപ്പോൾ അതിൽ ആധാർ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, അതുപോലെ തന്നെ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യാം, അതുപോലെ തന്നെ ഇമെയിൽ ഐ ഡി വെച്ചിട്ട്. ഞാനിപ്പോൾ മൊബൈൽ നമ്പർ വെച്ച് സെർച്ച് ചെയ്യുന്നു. സെർച്ച് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മളുടെ ആളുടെ ഡീറ്റെയിൽ വരും. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റർ ചെയ്തിട്ടുണ്ടാവില്ല. നമ്മളിവിടെ പോയി ഡോക്ടറാണ്, അത് നമ്മൾ ഇതിൽ സൺ ഓഫ് കൊടുക്കുന്നു. നമ്മളുടെ
എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം കൺട്രി അത് ഓട്ടോമാറ്റിക് വരും, സ്റ്റേറ്റും ഓട്ടോമാറ്റിക് വരും. അതുപോലെ തന്നെ ഡിസ്ട്രിക്ട് വരുന്ന സമയത്ത് നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതുപോലെ തന്നെ ലോക്കൽ ബോഡി ടൈപ്പ്, ലോക്കൽ ബോഡി ഏതാണോ, മുനിസിപ്പാലിറ്റി ആണോ, മുനിസിപ്പൽ കോർപ്പറേഷൻ ആണോ, ഗ്രാമപഞ്ചായത്താണോ. അതിനുശേഷം നമ്മൾ ലോക്കൽ ബോഡി ടൈപ്പ് കഴിഞ്ഞാൽ ലോക്കൽ ബോഡി, അപ്പോൾ ഏത് ലോക്കൽ ബോഡിയാണെന്ന് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുക. മെയിൻ ഓഫീസ്. പിന്നെ വാർഡ്, നമ്മൾ ഏത് വാർഡിലാണ് നമ്മൾ താമസം, ആ വാർഡിൻ്റെ ഡീറ്റെയിൽ ഇവിടെ എൻ്റർ ചെയ്യുക. നമ്മൾ വാർഡ് എൻ്റർ ചെയ്തു. അതിനുശേഷം ഡോർ നമ്പർ, ഇപ്പം നിലവിൽ നമ്മൾ 00 എന്ന് എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം വീട്ടുപേര്, അതിന് സ്ട്രീറ്റ് നെയിം എൻ്റർ ചെയ്യുന്നു. ഇവിടെ കാണാം സ്റ്റാർ ഇട്ട് കാണുന്നത് കൃത്യമായിട്ട് കൊടുക്കുക. ഇവിടെ ഒരു സ്റ്റാർ ഇല്ല, നമുക്ക് ലോക്കൽ പ്ലേസ്. പോസ്റ്റ് ഓഫീസ്, എൻ്റർ ചെയ്തു. നമ്മൾ സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ നേരത്തെ സിറ്റിസൺ ലോഗിൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇമെയിൽ ഐ ഡി ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ഇവിടെ വരാം. ഓക്കെ, നെക്സ്റ്റ് സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അതിന് പ്രൊസീഡ് കൊടുക്കുന്നു. അടുത്ത് നമ്മൾ പെർമിറ്റ് ഡീറ്റെയിലും കാര്യങ്ങളും എൻ്റർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വരുന്നത്. അത് നമ്മൾ ഇവിടെ FSI കവറേജ് ഈ കാര്യങ്ങളൊക്കെ കാണാം. നമ്മൾ താഴത്തോട്ട് പോകുന്നു. നമ്മൾ സൈറ്റ് പ്ലാൻ അപ്ലോഡ് ചെയ്യുന്നു. സർവീസ് പ്ലാൻ അപ്ലോഡ് ചെയ്യുന്നു. അതിനുശേഷം പെർമിറ്റ് ഓർഡർ അപ്ലോഡ് ചെയ്യുന്നു. പിന്നെ ബിൽഡിംഗ് പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു. ഇപ്പോൾ ബിൽഡിംഗ് പ്ലാന് നമ്മൾ അപ്ലോഡ് ചെയ്തു. നമ്മൾ പാർക്കിംഗ് പ്ലാൻ അപ്ലോഡ് ചെയ്യുന്നു. ഞാൻ പാർക്കിംഗ് പ്ലാൻ അപ്ലോഡ് ചെയ്തു. അതുപോലെ തന്നെ യൂട്ടിലിറ്റി പ്ലാന്, ഇനി അതർ ഡോക്യുമെൻ്റ് ഉണ്ടെങ്കിൽ നമുക്ക് അതർ ഡോക്യുമെൻറ്റും കൂടി അപ്ലോഡ് ചെയ്യാം. ഈ കേസിൽ അതർ ഡോക്യുമെൻ്റ് നമുക്ക് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഓരോ ഇത് ഒഴിവാക്കുന്നു. അതിനുശേഷം നമ്മൾ ബേസിക് ഡീറ്റെയിൽ, കാറ്റഗറി ഓഫ് കൺസ്ട്രക്ഷന്, ന്യൂ കൺസ്ട്രക്ഷന്, പിന്നെ കൺസ്ട്രക്ഷൻ ബ്ലോക്ക് റെഫറൻസ്, നമ്പർ ഓഫ് ബ്ലോക്ക് എത്രയാണെന്നുള്ളത് ഞാൻ നമ്പർ ഓഫ് ബ്ലോക്ക് 2 കൊടുക്കുന്നു. കവേർഡ് ഏരിയ ഇൻ മീറ്റർ, ഇതിൽ നമ്മുടെ പെർമിറ്റിലുണ്ടാവും കവറേജ് എത്രയാണെന്നുള്ളത്, അത് കൃത്യമായിട്ട് എൻ്റർ ചെയ്യുന്നു. ഇവിടെ കാണാം FSI, അതുപോലെ തന്നെ കവറേജ് 35.14 കവറേജ് കാണുന്നുണ്ട്. ഞാനത് എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഹൈറ്റ് ഓഫ് ദ ബിൽഡിംഗ് എത്രയാണെന്ന് അത് എൻ്റർ ചെയ്യുന്നു. നിങ്ങളുടെ ബിൽഡിംഗ് എത്രയാണോ ആ രീതിയിൽ നിങ്ങൾ എൻ്റർ ചെയ്യുക. ഞാൻ എൻ്റെ ബിൽഡിങ്ങിൻ്റെ ഹൈറ്റ് കൃത്യം എൻ്റർ ചെയ്തു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ സക്സസ് ആയി. ഇവിടെ കാണാം സക്സസ്ഫുള്ളി സേവ്ഡ്.
നമുക്ക് നേരത്തെ ഒരു കാര്യം ഇവിടെ എൻ്റർ ചെയ്യാണ്ടായിരുന്നു, FSI കവറേജ്. അപ്പം നമ്മളത് ആദ്യം എൻ്റർ ചെയ്യേണ്ടത് ഞാൻ കുറച്ച് കഴിഞ്ഞ് എൻ്റർ ചെയ്യുന്നുണ്ട്. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ അതിനുശേഷം നമ്മളുടെ ഡീറ്റെയിൽ ഓഫ് ഫ്ലോർ ന്യൂ കൺസ്ട്രക്ഷൻ. അപ്പോൾ നമ്മൾ ഇവിടെ ഏത് ഫ്ലോറാണോ 0 കൊടുത്തു കഴിഞ്ഞാൽ ഗ്രൗണ്ട് ഫ്ലോർ വരും. ഇവിടെ നമ്മളിവിടെ 1 കൊടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലോർ എന്ന് വരും. ഞാനിപ്പോൾ ആദ്യം 0 എൻ്റർ ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഗ്രൗണ്ട് ഫ്ലോർ വന്നു. അപ്പോൾ ഏത് രീതിയിലുള്ള ബിൽഡിംഗ് ആണെന്നാണ് ചോദിക്കുന്നത്. അതിലിവിടെ അസംബ്ലി കുറേ കാറ്റഗറി ഉണ്ട്, റെസിഡൻഷ്യൽ, സ്പെഷ്യൽ റെസിഡൻഷ്യൽ. അപ്പം ഞാനതിൽ എനിക്ക് എൻ്റെ കാറ്റഗറി അസംബ്ലി ബിൽഡിംഗ് ആണ്. അപ്പോൾ അസംബ്ലി ബിൽഡിങ്ങിൽ ഞാൻ അവിടുത്തെ കാറ്റഗറിയാണ് ഗ്രൂപ്പ് ഡി ജനറൽ അസംബ്ലി ഓഡിറ്റോറിയം അസംബ്ലി റിലീജിയസ്. എനിക്ക് ഇത് റിലീജിയസ് ആണ്. അപ്പോൾ ഞാൻ റിലീജിയസിൻ്റെ കാറ്റഗറി ക്ലിക്ക് ചെയ്തു. ഇതിൽ റിലീജിയസ് പ്രേ ഹാൾ ഉണ്ട്, അതേപോലെ തന്നെ റിലീജിയസ് കോൺഗ്രിഗേഷൻ ഉണ്ട്, അതേപോലെ തന്നെ അസംബ്ലി ഒക്യുപ്പൻസി ബിൽഡപ്പ് ഏരിയ നോട്ട് മോർ ദാൻ 200 m² കാറ്റഗറി F. ഞാനതിൽ എൻ്റെ കാറ്റഗറി ഇതാ വരുന്നത്, 200 m² കുറവാണ്. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ബിൽഡപ്പ് ഏരിയ m² എത്രയെന്ന്, ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ m² എത്രയാണെന്ന് ചോദിക്കുന്നത്. അപ്പോൾ ഞാനത് ബിൽഡപ്പ് ഏരിയ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെ ഏരിയ എൻ്റർ ചെയ്യുന്നു. അതുപോലെ തന്നെ ഏരിയ പാർക്കിംഗ് പ്രൊവൈഡ്, അത് ഫ്ലോർ ഏരിയ എത്രയാണോ അത് എൻ്റർ ചെയ്യുന്നത് നമ്മളിവിടെ. അതിനുശേഷം മെസൈൻ ഏരിയ. അപ്പോൾ നമുക്കിതിൽ മെസൈൻ ഏരിയ ഇല്ല. അപ്പോൾ നമ്മൾ 0.0 എന്ന് ക്ലിക്ക് ചെയ്യുന്നു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അവിടെ 0.0 എന്നുള്ളത് ക്ലിക്ക് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. ഏരിയ ഓഫ് ദ പാർക്കിംഗ് 0.0. അതിനുശേഷം നമ്മൾ ഫ്ലോർ ഏരിയ കൊടുത്തു. അത് മെസൈൻ ഫ്ലോർ ഏരിയ നമുക്കില്ല, അതുകൊണ്ട് 0 കൊടുത്തു. ഇത് ചോദിക്കുന്ന ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഇവിടെ ബിൽഡിങ്ങിൻ്റെ ഉള്ളിൽ എനിക്കൊന്നും പ്രൊവൈഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ 0.0 തന്നെ കൊടുത്തു. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പോൾ അത് സേവ് ചെയ്തു. അതിൻ്റെ തൊട്ടടുത്തായിട്ട് ആഡ് മോർ എന്ന് കാണാം. അപ്പോൾ അതിനുശേഷം നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൻ്റെ കൊടുക്കുക. ഇവിടെ നമ്മൾ 1 എന്ന് ക്ലിക്ക് ചെയ്തു. ഫസ്റ്റ് ഫ്ലോർ വന്നു. ഒക്യുപ്പൻസി ടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. അസംബ്ലി ബിൽഡിംഗ് ക്ലിക്ക് ചെയ്തു. റിലീസ് ക്ലിക്ക് ചെയ്തു. അതിനുശേഷം നമ്മൾ അസംബ്ലി ഒക്യുപ്പൻസി ബിൽഡപ്പ് ഏരിയ നോട്ട് മോർ ദാൻ 200 m². ബിൽഡപ്പ് ഏരിയ നമ്മൾ ഇവിടെ എൻ്റർ ചെയ്യുന്നു. അതിനുശേഷം ഏരിയ ഓഫ് ദ പാർക്കിംഗ് പ്രൊവൈഡ് നമ്മളത് 0 എൻ്റർ ചെയ്യുന്നു. ഇനി ഫ്ലോർ ഏരിയ മെസൈൻ ഫ്ലോർ ഏരിയ. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറും ഫസ്റ്റ് ഫ്ലോറൊക്കെ നമ്മൾ എൻ്റർ ചെയ്തു. അതിനുശേഷം പ്രൊസീഡ് ചെയ്ത് പോവാം. ഇവിടെ കാണാം ഫീ ഡീറ്റെയിൽ. നമ്മൾ അടച്ചിട്ടുള്ള ഫീസിൻ്റെ ഡീറ്റെയിൽ, അതായത് അപ്ലിക്കേഷൻ ഫീ പെയ്ഡ് എത്രയാണ് നമ്മൾ അപ്ലിക്കേഷൻ ഫീസ് പെയ്ഡ് ചെയ്തിട്ടുള്ളത് അതിവിടെ എൻ്റർ ചെയ്യുക. അതിന് പെർമിറ്റ് ഫീ എത്രയാണ് പെയ്ഡ് ചെയ്തിട്ടുള്ളത് അത് എൻ്റർ ചെയ്യുക. ഞാനിവിടെ അപ്ലിക്കേഷൻ ഫീസ് എൻ്റർ ചെയ്തു. അതിന് പെർമിറ്റ് ഫീസ് അതിന് ശേഷം പെർമിറ്റ് ഫീസ് എൻ്റർ ചെയ്തു. അതിന് FSI ഫീ പെയ്ഡ്. ഞാനിവിടെ FSI ഫീ ആയിട്ട് എക്സ്ട്രാ ഒന്നും പെയ്ഡ് ചെയ്തിട്ടില്ല. അപ്പോൾ അത് അവിടെ 0 എന്ന് കൊടുത്തു. അതിന് നമ്മളുടെ ഫീ റെസിപ്റ്റ്, നമുക്ക് ഫീ റെസിപ്റ്റ് ഇവിടെ അപ്ലോഡ് ചെയ്യണം. അതായത് നമ്മളുടെ അപ്ലിക്കേഷൻ്റെ അതുപോലെ തന്നെ പെർമിറ്റ് ഫീസ് രണ്ടുണ്ടെങ്കിൽ രണ്ടും അപ്ലോഡ് ചെയ്യുക. കമ്പൈൻ ചെയ്തതിന് ശേഷം ഒരുമിച്ച് കമ്പൈൻ ചെയ്തതിന് ശേഷം അപ്ലോഡ് ചെയ്യുക. സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ഇവിടെ ഡാറ്റ സക്സസ്ഫുള്ളി സേവ്ഡ് എന്ന് നമുക്ക് കാണാം. അതിനുശേഷം ഞാൻ പ്രൊസീഡ് ചെയ്ത് പോകുന്നു.
അപ്പോൾ ഇവിടെ കാണാം ഡിക്ലറേഷൻ. ഞാൻ ഈ ഡിക്ലറേഷന് ക്ലിക്ക് ചെയ്യുന്നു, എഗ്രി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ വെരിഫിക്കേഷനാണ് ചോദിക്കുന്നത്. അപ്പോൾ ആദ്യം ലൈസൻസ് വെരിഫിക്കേഷനാണ്. അപ്പോൾ ഞാൻ OTP സെൻഡ് ചെയ്യുന്നു. ലൈസൻസിയുടെ ലോഗിനിലേക്കുള്ള OTP സെൻഡ് ചെയ്യുന്നു. വാലിഡേഷൻ ചെയ്യുന്നു. അതിന് തൊട്ട് താഴത്ത് കാണാം ഫോർവേഡ് ടു ഓണർ. അപ്പോൾ ഓണറിലേക്ക് ഫോർവേഡ് ചെയ്യുന്നു. ഇനി സിറ്റിസൺ ലോഗിൻ ചെയ്തിട്ട് സിറ്റിസൺ ലോഗിൻ ചെയ്തതിന് ശേഷം സിറ്റിസൺ ഇത് അപ്രൂവൽ ചെയ്ത് OTP വാലിഡേഷൻ ചെയ്ത് തിരിച്ചയക്കണം. അതിനുശേഷം നമുക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്ര കഴിഞ്ഞു. അപ്പോൾ നേരെ ഡാഷ്ബോർഡിലോട്ടൊക്കെ പോയി ഫയൽ. അപ്പോൾ നമ്മുടെ ഡാഷ്ബോർഡിൽ ഇവിടെ വന്നിട്ടുണ്ടാവും ഫോർവേഡ് ടു ഓണർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിനി സിറ്റിസണിനെ വിളിച്ച് സിറ്റിസൺ ലോഗിൻ ചെയ്ത് ഫോർവേഡ് ചെയ്യാൻ പറയാം. നമ്മൾ ഫോർവേഡ് ചെയ്ത ഫയൽ, ഓണർക്ക് ഫോർവേഡ് ചെയ്ത ഫയൽ നമ്മൾ റൈറ്റ് സൈഡ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓണർ വെരിഫൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ബട്ടൺ എൻ്റർ ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതൊന്ന് ചെക്ക് ചെയ്തിട്ട് താഴോട്ടേക്ക് പോവുക. അപ്പോൾ ഇവിടെ സബ്മിറ്റ് ബട്ടൺ കാണാം. നമുക്ക് വാലിഡേഷൻ ആപ്ലിക്കേഷനൊക്കെ ഇവിടെ ടിക്ക് കാണാൻ പറ്റും, ഓൾറെഡി വാലിഡേഷൻ ചെയ്തതുകൊണ്ട്. അതിനുശേഷം സബ്മിറ്റ് ബട്ടൺ കാണാം. അപ്പോൾ നമ്മൾ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ യു ആർ സബ്മിറ്റിംഗ് ദ ആപ്ലിക്കേഷൻ ടു ലോക്കൽ ബോഡി, ഡു യു വാണ്ട് ടു പ്രൊസീഡ്. നമ്മൾ പ്രൊസീഡ് കൊടുക്കുന്നു. അപ്പോൾ നമ്മളുടെ ഫയൽ ഈ രീതിയിൽ നമ്മളുടെ ഫയലുകൾ സബ്മിറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ രീതിയിൽ നമ്മുടെ ആപ്ലിക്കേഷൻ നമ്പർ വരാം. അതായത് ലോക്കൽ ബോഡിയിൽ. അപ്പോൾ നമ്മൾ ഇത് ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ നമ്മൾ ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് എൻ്റെ ഡാഷ്ബോർഡിൽ ഇവിടെ അപ്ലൈ എന്ന് പറഞ്ഞ് കാണാം. ലൈസൻസി ലോഗിനിൽ ഇവിടെ അപ്ലൈഡ് എന്ന് പറഞ്ഞ് കാണാം. ഓക്കെ, ഇങ്ങനെയാണ് നമ്മളുടെ പ്ലാനുകൾ ഇമ്പോർട്ട് ചെയ്യേണ്ടത്. അതുപോലത്തുള്ള ഇൻഫോർമേറ്റീവായ മോർ വീഡിയോകൾക്ക് വേണ്ടി എൻ്റെ പേജ് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ബട്ടൺ അമർത്തുക, ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.